ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതിയും കെവിനും ഇസബെല്ലയും തമ്മിലുള്ള തർക്കത്തെ പറ്റിയാണ് കാണിക്കുന്നത്. അരുന്ധതി പറയാണ്, നന്ദൻ രക്ഷപ്പെടുമെന്ന് കണ്ടപ്പോൾ നിങ്ങൾ ശരിക്കും എൻ്റെ മോനെ കൊന്നുകളഞ്ഞോ? സത്യത്തിൽ അവനെ നിങ്ങളാണ് കരുവാക്കിയിരിക്കുന്നത് എന്നുള്ള സത്യം ആ പൊട്ടൻ അറിഞ്ഞില്ല. അവൻ എവിടെയാണ് കെവിൻ? എന്നോട് സത്യം പറയണം, എനിക്ക് എൻ്റെ മോനെ വേണം. ഇത് കേട്ട കെവിൻ മറുപടി പറയാണ്, ആൻറ്റി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനും ഇസബെല്ലയും ഇതിൽ പ്രതിയല്ല. നന്ദനെയും ഋഷിയെയും ഒരുപോലെ ഞങ്ങളും അന്വേഷിക്കുകയാണ്. അരുന്ധതി, തെറ്റ്. നന്ദനെയും ഋഷിയെയും നിങ്ങൾ അപായപ്പെടുത്തിയെന്ന് വേണം പറയാൻ. നിന്റെയൊക്കെ അഭിനയം എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി എൻ്റെ മുന്നിൽ അഭിനയിക്കാൻ നിൽക്കേണ്ട. ഇതിലേക്ക് ഐസക് ഇടപെട്ടുകൊണ്ട് പറയാണ്, ഇസബെല്ല തീർത്തും നിരപരാധിയാണ്. നിങ്ങൾ നിങ്ങളുടെ മകനെ സേഫാക്കാൻ വേണ്ടി എയർപോർട്ടിൽ നിന്നും ആളുകളെ ഉപയോഗിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവസാനം അത് കെവിന്റെയും ഇസബെല്ലയെയും തലയിലിട്ട് സ്വയം രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇത് കേട്ട അരുന്ധതി മറുപടി പറയാണ്, കൊള്ളാം, ഐസക്കിന്റെ കെട്ടിച്ചമച്ച കഥ കൊള്ളാം. സ്വയം രക്ഷിക്കാനായി എൻ്റെ മേൽ പഴിചാരി മരുമകളെ രക്ഷിക്കാമെന്ന് കരുതേണ്ട. എൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാം. ഐസക്, മന്ത്രിതലത്തിൽ വരെ വകുപ്പ് തീരുമാനിക്കാൻ കഴിഞ്ഞിരുന്ന അരുന്ധതിക്ക് ഇപ്പോൾ പഴയ പ്രതാപവും പദവിയും ഒന്നുമില്ലല്ലോ. എല്ലാം കൈവിട്ടു പോയില്ലേ? അരുന്ധതി ഇസബെല്ലയോടെയായി പറയുകയാണ്, ഇസബെല്ല, നീയൊക്കെ എവിടെ വരെ കളിക്കുമെന്നും ആരെയും കൊല്ലാൻ മടിക്കില്ലെന്നും എനിക്ക് നന്നായി അറിയാം. എൻ്റെ മോൻ എൻ്റെ മുന്നിൽ വന്നില്ലെങ്കിൽ പിന്നീട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. രണ്ടെണ്ണത്തിനെയും ഞാൻ കൊടുക്കും. ആദ്യം അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് നിന്നെ ആയിരിക്കും. അടുത്ത രംഗത്തിൽ സിദ്ധാർത്ഥനും ദേവികയും മന്ത്രി രാധാകൃഷ്ണനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് കാണിക്കുന്നത്. രാധാകൃഷ്ണൻ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ്. പാർലമെന്റിന്റെ മീറ്റിംഗ് ഉണ്ടായിട്ട് ദേവിക പോയോ? ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉള്ളതല്ലേ, പോകുന്നില്ലേ? ഇത് കേട്ട ദേവിക മറുപടിയായി പറയാണ്, ഇല്ല സാർ, ഞാൻ അതിനുള്ള റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥൻ, നന്ദന്റെ മിസ്സിംഗ് കേസിനെ കുറിച്ച് സംസാരിക്കാനാണ് രാധാകൃഷ്ണൻ ഞങ്ങൾ വന്നിരിക്കുന്നത്. രാധാകൃഷ്ണൻ, അതിലിപ്പോ എന്താ? പോലീസുകാരെ വെച്ച് അന്വേഷിക്കണം. ഇസബെല്ലയും നന്ദനെയും കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ പാർട്ടിയിൽ തന്നെ വലിയ ചർച്ചയാണ്. സ്വന്തം മരുമകളുടെ തെറ്റും കുറ്റവും അമ്മായിയമ്മയുടെ മുഖത്തു നോക്കി ആരെങ്കിലും പറയുമോ? നിങ്ങളുടെ കുടുംബകാര്യം പാർട്ടിക്കകത്ത് വലിയ തലവേദനയായിരിക്കുകയാണ്. ഇത് കേട്ട സിദ്ധാർത്ഥൻ പറയാണ്, എനിക്ക് CM-നെ കണ്ട് സംസാരിക്കണം. എൻ്റെ മോനെ കാണാതായതിനു പിന്നിലെ അന്വേഷണം ഊർജിതമാക്കാൻ അദ്ദേഹത്തോട് പറയണം. രാധാകൃഷ്ണൻ, ഒരിക്കലും പറ്റില്ല. അദ്ദേഹം വീട്ടിലുണ്ടാകും, പക്ഷേ ഈ കാര്യം സംസാരിക്കാൻ പറ്റില്ല. ഇതൊരു പേഴ്സണൽ കാര്യമല്ലേ? സിദ്ധാർത്ഥൻ ദേഷ്യത്തോടെ പറയാണ്, എടാ രാധാകൃഷ്ണ, നീ പേഴ്സണൽ കാര്യങ്ങളിൽ ദേഷ്യം കാണിച്ച് ഞങ്ങളെ സഹായിക്കാതിരിക്കാമെന്ന് കരുതേണ്ട. മറ്റൊരു മാർഗത്തിലൂടെ ഞാൻ CM-നെ കണ്ടിരിക്കും. ഒരു പ്ലേറ്റിലുണ്ടും ഒരേ പായയിൽ കിടന്നു നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇവിടെ വരെ എത്തിയവരാണ്. അത് നീ മറക്കേണ്ട. അതിനുശേഷം രാധാകൃഷ്ണൻ ദേവികയോടായി പറയാണ്, എന്താ അമ്മായിയപ്പനെയും കൊണ്ടുവന്ന് എന്നെ അപമാനിക്കാനാണോ ശ്രമം? ഇത് കേട്ട ദേവിക മറുപടി പറയാണ്, ഒരിക്കലുമല്ല സാർ. എൻ്റെ അമ്മായിയമ്മ ഒഴിഞ്ഞു തന്നെ ഈ കസേരയിലാണ് സാർ ഇപ്പോൾ മന്ത്രിയായി വിലസിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദർശം കൊണ്ട് ഒഴിഞ്ഞു തന്ന സീറ്റിലാണ് ഞാൻ MLA ആയി ഇരിക്കുന്നതും. അതൊന്നും മറന്നു പ്രവർത്തിക്കാതിരുന്നാൽ സാർക്ക് നല്ലത്. അടുത്ത രംഗത്തിൽ പ്രഭാവതിയും സിദ്ധാർത്ഥനും തമ്മിലുള്ള വഴക്കാണ് കാണിക്കുന്നത്. പ്രഭാവതി പരിഹാസത്തോടെ പറയാണ്, മുൻ മന്ത്രിക്കും ഇപ്പോഴത്തെ MLA-ക്കും CM-നെ കാണാൻ പറ്റിയില്ല അല്ലേ? ഇവിടെ നിന്ന് ആനയാണ് മലം മറിയുക എന്നൊക്കെ പറഞ്ഞു പോയിട്ട് എന്തായി? നിങ്ങൾക്ക് പറ്റാത്ത പലതും ഞാൻ ചെയ്തു കാണിച്ചു തരാം. ദേവിക പറയാണ്, പ്രഭേ, ആദ്യം നീ ഞങ്ങൾക്ക് ഒരു വിലതാ. മുഖ്യമന്ത്രിയെ കാണാൻ എനിക്ക് ആരുടെയും ഔദാര്യം വേണ്ട. 3 ദിവസത്തിനുള്ളിൽ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിരിക്കും. ഇത് കേട്ട പ്രഭാവതി മറുപടി പറയാണ്, 3 ദിവസം? അതിനുള്ളിൽ നന്ദനെ തട്ടിക്കൊണ്ടുപോയവർ അവനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ആരോട് പോയി സമാധാനം പറയും? നിങ്ങൾ ആരും ഒന്നിനും ഇറങ്ങേണ്ട. ഞാൻ തന്നെ ഇതിനു പുറകെ ഇറങ്ങും. ഞാനും പ്രതിപക്ഷത്തിനു വേണ്ടി മത്സരിച്ചവളാണ്. എനിക്കും പലതും ചെയ്യാൻ കഴിയും. നിങ്ങളുടെ സഹായമില്ലാതെ എൻ്റെ മോനെ ഞാൻ കണ്ടെത്തും. ഇത് കേട്ട സിദ്ധാർത്ഥൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്, എങ്കിൽ നീ പത്രസമ്മേളനമോ എന്താണോ വെച്ചാൽ ചെയ്. പക്ഷെ ഒരു കാര്യം ഓർത്തോ, നീ ഞങ്ങളെ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും നന്ദന്റെ ഈ ദുരാവസ്ഥയ്ക്ക് കാരണം നീ ഒറ്റൊരുത്തിയാണ്. മോൻ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യയെയോ അച്ഛനെയോ അറിയിക്കാതെ അവനെ നീ ഇത്രത്തോളം വഷളാക്കി. എന്നിട്ടിപ്പോൾ നീ ന്യായം പറയുന്നു. ഇതിലെവിടെയാണ് പ്രഭാവതി നിന്റെ ഭാഗത്ത് ന്യായം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിലായി എല്ലാവരും കാത്തിരിക്കുക.